ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടാണുള്ളത്. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ ഒരു അമ്പലത്തിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മളെ കണ്ണൂരുള്ള കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്നാണ് അവിടുത്തെ ഉത്സവം അറിയപ്പെടുന്നത്. മെയ് 21 മുതൽ ജൂൺ 17 വരെയാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത്. നീണ്ട 28 ദിവസത്തെ ഉത്സവമാണ് അവിടെയുള്ളത്. മെയ് 22 അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ ജൂൺ 13 ഉച്ച ശീവേലിക്ക് ശേഷം പിന്നെ സ്ത്രീകൾക്ക് ആ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അക്കരെ കൊട്ടിയൂരിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമുക്ക് ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോകേണ്ടത്. പിന്നെ വർഷത്തിൽ 28 ദിവസം മാത്രമാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. അതുവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇക്കരെ കൊട്ടിയൂരിലേക്ക് മാത്രമേ ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. നമ്മൾ പോയിട്ടുള്ളത് ഒരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ഇതിൻ്റെ അടുപ്പിച്ചുള്ള കുറച്ച് ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഈ പുഴയിൽ മുങ്ങി കുളിച്ചിട്ട് വേണം നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഇനി അഥവാ മുങ്ങി കുളിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൈയും കാലെങ്കിലും ഇവിടുന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. മുങ്ങി കുളിച്ചിട്ട് ആ ഈറനോടെ അകത്ത് പ്രവേശിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അല്ലാത്തവർ ഇതുപോലെ കൈയും കാലമൊക്കെ കഴുകി ഒന്ന് ശുദ്ധിയായിട്ട് ആണ് അകത്ത് കയറിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പുഴയിൽ നിന്ന് 2 കല്ലുകൾ എടുത്തിട്ട് അത് തമ്മിൽ ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ചന്ദനമോ ഭസ്മമോ നമുക്ക് കിട്ടും. അത് നമ്മൾ നെറ്റിയിൽ തൊട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കടക്കുവാൻ. പലവർക്കും പല വിധത്തിലായിരിക്കും കിട്ടുക. ചിലവർക്ക് ചന്ദനം കിട്ടും, ചിലവർക്ക് ഭസ്മം കിട്ടും. അത് ഓരോരുത്തരെ ഇതുപോലെ ആയിരിക്കും. ഓരോരുത്തർ എടുക്കുന്ന കല്ലിൻ്റെയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഈ കല്ല് നമ്മൾ ചന്ദനം തൊട്ടതിന് ശേഷം അവിടെ തന്നെ ഇടണം. നമ്മളതെടുത്ത് വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ വെച്ചിട്ട് ഉരക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എത്തുന്ന ചന്ദനമൊന്നും കിട്ടില്ല എന്നാണ് പറയാറ്. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ദക്ഷൻ്റെ യാഗഭൂമി ആയിരുന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. ദക്ഷൻ്റെ സമ്മതപ്രകാരമല്ലാതെ ശിവനെ കല്യാണം കഴിച്ച സതീദേവിയെയും ശിവനെയും ദക്ഷൻ യാഗത്തിന് ക്ഷണിച്ചിട്ടില്ല. ലോകത്തെല്ലാവരെയും യാഗത്തിന് ക്ഷണിച്ചിട്ട് തങ്ങളെ ഒഴിവാക്കിയതിൽ മനംനൊന്ത് സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലമാണ് കൊട്ടിയൂർ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനിത് ഈ വീഡിയോൻ്റെ പിന്നിലായിട്ട് ഇങ്ങനെ ആഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ട് വരും.
അക്കരെ കൊട്ടിയൂർ പോയതിന് ശേഷമാണ് നമ്മൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് തൊഴാൻ വേണ്ടി വരേണ്ടത്. ഇതാണ് ഇക്കരെ കൊട്ടിയൂർ. അവിടെയും നല്ല ജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു. 6:30-ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പം രാത്രി സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറേ കാലത്ത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നമ്മുടെ ചാനലിലേക്ക് ഇങ്ങനെ ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ഏതായാലും കുറച്ച് വീഡിയോസും ക്ലിപ്പിങ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒരു വ്ളോഗായിട്ട് കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇനിയും ഇതുപോലൊരു നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുവരേക്കും ബൈ.